Praise the Lord. A very good morning to you all. Hallelujah. May God bless everyone with a wonderful supernatural week. We are entering into a new week. Actually, this is the 26th of February 2024. That means we have come to the end of this week. Hallelujah. How wonderful God is. Hallelujah. Led us, guided us, provided things supernaturally. Hallelujah. The leadings of God is hallelujah, wonderful supernatural day. So what we have to do, we have to trust in this Jesus. Hallelujah. നമ്മളെല്ലാം പല സമയങ്ങളിലും ജീവിതത്തിൽ സ്റ്റക്കായി പോകുന്നവരാ. ഉദാശ്യാന്തര റീകശന്തര അധമന അതികൂടമര ഗജഗസന്തര. കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞ ദൂതുപോലെ ഞാനിട്ട മോർണിംഗ് ഡിവോഷനിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ദ ടോപ്പിക് വാസ് ഹീസ് എ വേ, ദ ഡോർ ആൻഡ് ദ ലൈഫ്. ഹല്ലേലൂയ. ജീസസ് ഇസ് ദ ഡോർ. ഈവൻ ഇഫ് യു ആർ സ്റ്റക്ക്, ഈവൻ ഇഫ് യു ആർ away from Jesus, this morning God is telling you, come to Jesus. Hallelujah. I will hold you. I will protect you. I will help you. I love you a lot, my child. Hallelujah. God will guide you towards peace, prosperity, and righteousness. Hallelujah. So are you happy? Hallelujah. Don't worry. Hallelujah. God is with us. Hallelujah. He's a God. Is not a man to forsake us when the problems come. He's the only one who will stand with us when we are worried, when we are stuck, when we are, hallelujah, in sorrow and pain and sufferings. Hallelujah. So first worship, let me bless everyone. Have a wonderful, supernatural, peaceful, glorious, victorious Monday and a wonderful week. Hallelujah. കഴിഞ്ഞ ആഴ്ച എല്ലാവർക്കും നല്ലൊരാഴ്ചയായിരുന്നു ഞാൻ വിചാരിക്കുന്നു. It was a blessing for me. Hallelujah. God led me wonderfully, victoriously, because of only His grace and the Holy Spirit. Hallelujah. So let us first worship the Lord. Hallelujah. യേശുവിനടിസ്ഥാനം ആശയവനിലത്രേ, ആശ്വാസത്തിൻ പൂർണ്ണത യേശുവിൽ കണ്ടേ ഞാനും. ആശ്വാസത്തിൻ പൂർണ്ണത യേശുവിൽ കണ്ടേ ഞാനും. എത്ര മധുരഭവൻ നാമമെനിക്കു പാർത്താൻ, ഓർത്തു വരും തോറുമെൻ ആർത്തി മാഞ്ഞു പോകുന്നു. ഓർത്തു വരും തോറുമേ ആർത്തി മാഞ്ഞു പോകുന്നു. ദുഃഖം ദാരിദ്ര്യമെന്നീ വയ്ക്കുണ്ടോ ശക്തിയന്മേൽ, കൈക്കു പിടിച്ചു നടത്തിക്കൊണ്ടു പോകുന്നവൻ, കൈക്കു പിടിച്ചു നടത്തിക്കൊണ്ടു പോകുന്നവൻ. രോഗം എന്നെ പിടിച്ചൻ ദേഹം ക്ഷയിച്ചാലുമേ, വേഗം വരുമെന്നാഥൻ ദേഹം പുതുതാക്കിടാം. പാപത്താൽ എന്നിൽ വന്ന ശാപക്കറകൾ മാറ്റി, ശോഭിത നീതി വസ്ത്രം ആഭരണമായി നൽകും. ശോഭിത
നീതി വസ്ത്രം ആഭരണമായി നൽകും. ലോകമെനിക്കു വൈരി, ലോകമെന്നെ ത്വജിച്ചാൽ ശോകമെന്തെനിക്കതിൽ, ഏതും ഭയപ്പെടാൻ ഞാൻ. ശോകമെന്തെനിക്കതിൽ, ഏതും ഭയപ്പെടാൻ ഞാൻ. വെക്കം തൻ മണവാട്ടി ആക്കിടുമെന്നെ എന്ന് വാക്കൊണ്ടെനിക്കു നിന്റെ നീക്കമില്ലതിനൊട്ടും. വാക്കൊണ്ടെനിക്കു തൻ്റെ നീക്കമില്ലതിനൊട്ടും. ദൈവമക്കളെ, നമ്മുടെ പിതാക്കന്മാർ വളരെ പണ്ട് പാടിയിരുന്ന ഒരു പാട്ടാണിത്. ഹല്ലേലൂയ. നമ്മുടെ അടിസ്ഥാനം, നമ്മുടെ ഫൗണ്ടേഷൻ ജീസസ് ക്രൈസ്റ്റ് ആണല്ലേ. ഹല്ലേലൂയ. നമ്മുടെ ആശ അവനിലത്രേ. ഹല്ലേലൂയ. നമുക്ക് ആശ്വാസം കണ്ടെത്താൻ ഒരിടം നമ്മുടെ സ്വർഗത്തിലെ കർത്താവായ യേശു മാത്രമാണ്. ഹല്ലേലൂയ. ഓറി ഭാഷ്യാന്തര, എത്ര സ്വീറ്റാണ് എൻ്റെ കർത്താവിൻ്റെ നാമം. നമുക്ക് സത്യം പറഞ്ഞ യേശുവിൻ്റെ നാമത്തിൻ്റെ ശക്തി എത്രയാണെന്ന് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഇതുവരെയും ശരിക്കും അറിഞ്ഞിട്ടില്ല. ഉടാലാശാന്തര റിഖബസ്യാന്തര. നമ്മുടെ ലൈഫിൽ ജീസസ് ഇസ് ഗോഡ് മെനി അതർ നെയിംസ് ഇൻ ദ ബൈബിൾ. ഹല്ലേലൂയ. ജീസസ് നെയിംസ് തന്നെ വെച്ചിട്ട് അനേക ബുക്സുകളുണ്ട്. ഹല്ലേലൂയ. ബിക്കോസ് ദാറ്റ് മച്ച് പവർ ഇസ് ദർ ഇൻ ജീസസ്. ഹല്ലേലൂയ. ഹിസ് നെയിം ഇസ് അബവ് ഓൾ നെയിംസ്. ഇറ്റ് ഈസ് സ്വീറ്റ്. ഹല്ലേലൂയ. ഓ റിഖബസ്യാന്ത. യേശുവിൻ്റെ നാമത്തെ സകല നാമങ്ങളും മുട്ടുമടക്കും. ഉറബശാന്തര ഓറിബാസ്യ. എനമീസ് പേടിച്ചോട് യേശുവിൻ്റെ നാമം കേൾക്കുമ്പോൾ. ഹല്ലേലൂയ. ഓ ദാറ്റ് മച്ച് പവർ ഇസ് ദർ ഇൻ ജീസസ്. ഹല്ലേലൂയ. അതുകൊണ്ടാണല്ലോ യേശു എന്ന് പേരിടണം. ദൂതൻ വന്ന് പറഞ്ഞ എന്നാ മറിയോട് യേശു എന്ന് പേരിടണം. എന്താ യേശുവിൻ്റെ അർത്ഥം? രക്ഷകൻ. ഹീസ് എ സേവിയർ ടു ദ മാൻകൈൻഡ്. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ പാട്ടുകാരൻ എന്നാ പാടിയത്? ദുഃഖത്തിനോ ദാരിദ്ര്യത്തിനോ ഹല്ലേലൂയ നമ്മളെ തകർക്കാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. നമ്മളെ കൈക്ക് പിടിച്ച് നടത്തിക്കൊണ്ട് പോകുന്ന യേശു കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. ഹല്ലേലൂയ. ഒരു പക്ഷേ പലരും നമ്മളിലെല്ലാവർക്കും പലവിധ എന്താ പറയുക ബോഡി പ്രശ്നങ്ങളുണ്ട്. ഹല്ലേലൂയ. ആ രോഗാവസ്ഥയിൽ പോലും നമ്മളെ എത്ര ദേഹം ക്ഷയിച്ചാലും ഹല്ലേലൂയ നമ്മളെ ഹോറാബാസ്യാന്തര നമ്മളെ പൂർണ്ണമായി സൗഖ്യമാക്കുവാൻ യേശുവിൻ്റെ നാമത്തിന് കഴിയും. യേശുവിന് കഴിയും. ഹല്ലേലൂയ. ഓ റിബാസ്യാന്തര റിഖശന്തര ദിഘാലഗദിഗസ്യ. ശോഭിതമായ നീതി വസ്ത്രം കൊണ്ട് ആഭരണമായി നമുക്ക് നൽകും. നമുക്ക് സ്പിരിച്വലി എന്തോരം ആഭരണങ്ങൾ ഉണ്ടെന്ന് നിങ്ങൾക്കറിയാവോ? ഹല്ലേലൂയ. When we are saved, God has given a lot of things to us. Hallelujah. O Rabasyantara Rekhabasyandara. O Ribasyantara Rekharala Shantara. O Ribisyantara. Hallelujah. ലോകം എനിക്ക് വൈരി, ലോകം എന്നെ ത്വജിച്ചാൽ. ഹല്ലേലൂയ. നിങ്ങൾ ഒരു പക്ഷേ വിചാരിക്കും, ഓ എൻ്റെ പേരൻസ് എന്നെ തള്ളിക്കളഞ്ഞു, എൻ്റെ മക്കൾ എന്നെ തള്ളിക്കളഞ്ഞു, എൻ്റെ ഏറ്റവും ഫ്രണ്ടായിരുന്ന വർഷങ്ങളായിട്ടില്ല എൻ്റെ ഫ്രണ്ട്സായിരുന്നവർ എന്നെ തള്ളിക്കളഞ്ഞു, എന്നെ കളിയാക്കി, എന്നെ നിന്ദിച്ചു, എന്നെ ഒറ്റപ്പെടുത്തി. നോ വൺ ഈസ് ടോക്കിംഗ് ടു മീ. ഐ ആം അലോൺ. ഹല്ലേലൂയ. കോൾ ടു ജീസസ്. ഹീ ഈസ് 24/7 റെഡിയാണ്. ഹല്ലേലൂയ. ഒരു പക്ഷേ നമ്മൾ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ നമ്മൾ പലരെയും വിളിക്കുമ്പോൾ ദേ വിൽ ബി വെരി ബിസി. നമ്മളും പലപ്പോഴും ബിസിയാണ്. നമ്മൾ മോശക്കാരൊന്നുമല്ല. അത് തെറ്റായിട്ടൊന്നുമല്ല ഞാൻ പറയുന്നത്. നമ്മളെല്ലാവരും അങ്ങനെയാണ്. ബിക്കോസ് നമുക്ക് ഈ 24 hours നമ്മൾ പകലുള്ള സമയമാണ് നമ്മൾ നമ്മുടെ ലൈഫിൻ്റെ കാര്യങ്ങൾക്കെല്ലാം യൂസ് ചെയ്യുന്നത്. മോസ്റ്റ് ഓഫ് ദം ആർ യൂസിങ് നൈറ്റ് ടൈം ഫോർ പ്രയർ. ദാറ്റ് ഈസ് ഗുഡ്. വെൽ, കർത്താവിൻ്റെ രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു.
അങ്ങനെ രാത്രി എഴുന്നേറ്റിരുന്ന് പ്രാർത്ഥിക്കുന്നവർക്കായി സ്തോത്രം. ഹല്ലേലൂയ. ബട്ട് അവർ ഗോഡ് ഈസ് അവൈലബിൾ. നമ്മൾ ഈ വാട്സപ്പിൽ സ്റ്റാറ്റസൊക്കെ എഴുതിയേക്കണ കണ്ടിട്ടില്ലേ? ബിസി, അവൈലബിൾ, നോട്ട് അവൈലബിൾ, പിന്നെന്തോ അറ്റ് വർക്ക്, അങ്ങനെയൊക്കെ കണ്ടിട്ടില്ലേ? പക്ഷെ കർത്താവിൻ്റെ നാമത്തിൻ്റെ താഴെ അങ്ങനെ ഒരു സ്റ്റാറ്റസ് നമ്മൾ കാണുവാണെങ്കിൽ അവിടെ എഴുതിയിട്ടുണ്ടാവും 24/7 ജീസസ് ഈസ് അവൈലബിൾ. ഏത് സമയത്തും ആ കൃപാസനത്തോളം അടുത്ത് ചെല്ലുവാൻ നമുക്ക് ഭാഗ്യമുണ്ട് കർത്താവെ, ഭാഗ്യമുണ്ട് ദൈവമക്കളെ. വി ഹാവ് ദാറ്റ് പ്രിവിലേജ് ടു കം ടു ദ ത്രോൺ ഓഫ് ഗോഡ് അറ്റ് എനി ടൈം. ഹല്ലേലൂയ. ആ മണവാട്ടിയെ ചേർക്കാൻ നമ്മുടെ സ്വർഗത്തിലെ കർത്താവ് വേഗം വരുന്നു. നമ്മളൊക്കെ ഒരുങ്ങാൻ കർത്താവ് നമ്മളോട് ഈ പ്രഭാതത്തിൽ ഓർപ്പിക്കുകയാണ്. ആ റീബാസ്യാന്തര നിത്യതയിൽ കർത്താവിനോടൊപ്പം ജീവിപ്പാൻ. ഹല്ലേലൂയ. Are we getting ready? Hallelujah. Are we sharing the gospel to everyone? Are we sharing the Jesus love to everyone? Arabashantara rikara vyasyantara parala. Dikara basyantara rikabashyantara dikaragassantara. ഈ ദിവസങ്ങളിൽ ഞാൻ പ്രാർത്ഥിച്ചില്ലെങ്കിൽ ഞാൻ പറയുക, പെട്ടെന്ന് തന്നെ മനസ്സിൽ വന്നപ്പോൾ അടുത്തൊരു വീട്ടിൽ ഹല്ലേലൂയ ഒരു മകൻ ഭയങ്കര ഡ്രിങ്ക്സിൻ്റെ അങ്ങേ അറ്റത്തെ അഡിക്ഷനിലാണ്. ആ മാതാവിനെ ഞാൻ ഇന്നലെ കണ്ടുമുട്ടുവാനിടയായി. അപ്പോൾ ആ മകൻ ഹല്ലേലൂയ, ഞങ്ങളിവിടെ ഈ കഴക്കൂട്ടത്ത് വന്ന സമയം, എനിക്ക് ഈ കഴക്കൂട്ടം ഒരു പരിചയമില്ലായിരുന്നു. ഞങ്ങൾ സിറ്റിയിലെല്ലാം ജനിച്ചു വളർന്ന്. എന്നെ ഓടിച്ച് എന്നെ ഓട്ടോയിൽ എല്ലാ സ്ഥലത്തും കൊണ്ടുപോയി, ഇന്ന സ്ഥലങ്ങളാണ് ചേച്ചി, അതാണ് സ്കൂൾ നല്ലതാണ് ഒക്കെ എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുള്ളൊരു മകനാണ്. ആ മകൻ ഇങ്ങനെ നഷ്ടപ്പെട്ടു പോകുന്ന കണ്ടപ്പോൾ പലപ്പോഴും ഇതുവഴി പോകുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമം തോന്നാറുണ്ട്. പക്ഷെ വിഷമം തോന്നിയിട്ട് കാര്യമില്ലല്ലോ. നമുക്ക് ഇമോഷൻസ് നമുക്കുണ്ടായിട്ട് കാര്യമില്ല. നമുക്ക് കർത്താവിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ പറ്റിയിട്ടേ നമുക്ക് കാര്യമുള്ളൂ. നമുക്കിപ്പോൾ ആരെ കണ്ടാലും നമുക്കൊരു സഹതാപം തോന്നും. നമ്മളത് ഈവൻ ജാതികൾക്ക് പോലും തോന്നും. അത് മാനുഷികം. ഞാൻ ആ മാതാവിനോട് കുറച്ച് നേരം സംസാരിച്ചു. ഞാൻ പറഞ്ഞു, ഞാനൊരു ബൈബിള് തരട്ടെ, ഞാൻ നമ്മുടെ ചർച്ചിൽ കൊണ്ടുപോകട്ടെ, നമ്മൾ വചനം പഠിപ്പിക്കട്ടെ. അപ്പോൾ അവർ ഇത്രയൊക്കെ ഈ മകൻ ഇങ്ങനെ ആയിരുന്നിട്ടും ആ അമ്മ ഭയങ്കര ബോൾഡായിട്ട് പറയുക, എല്ലാ ദൈവങ്ങളും ഒന്നാ, അങ്ങനെ ഇങ്ങനെ മറ്റതാ മറിച്ചതാ. കുറേ നേരം ഞാൻ അവരോട് സംസാരിച്ചു. പിന്നെ ഞാൻ വിചാരിച്ചു, ഞങ്ങൾ അതുവഴി നടക്കാൻ പോകുമ്പം ആ വീട്ടിലോട്ട് നോക്കി പ്രാർത്ഥിക്കാമെന്ന് വിചാരിച്ചു. നടക്കാനെന്ന് ഞങ്ങൾ വൈകുന്നേരം ആ വീട്ടിൻ്റെ ഫ്രണ്ടിൽ കൂടെയാണ് ഇറങ്ങണേ. പ്രാർത്ഥിക്കാമെന്ന് വിചാരിച്ചു. ഒരു മാതാവിന് ഇത് കണ്ടിട്ട് ഇനിയെങ്കിലും എൻ്റെ മകൻ നല്ലതാവണമെന്ന് ആഗ്രഹമില്ലേ? ഹല്ലേലൂയ. ഭവനത്തിൽ ജോലി ചെയ്താൽ കാശ് കൊണ്ടു കൊടുക്കില്ല. വൈഫാണ് ഇരുട്ട വിളക്ക് കിടന്ന് കഷ്ടപ്പെട്ട് 2 കുഞ്ഞുങ്ങളെ നോക്കണേ. ഹല്ലേലൂയ. ധാരാള ബഷ്യാന്തര റേഖാബാസ്യാന്തര എന്ന ആ മകനെ ഞാൻ ഈ വീഡിയോ ഇന്ന് അയക്കത്തില്ല. ഹല്ലേലൂയ. മേ ബി ഹി വിൽ ബി ഹേർട്ട്. ഹല്ലേലൂയ. എല്ലാം നമ്മൾ നോക്കണമല്ലോ, ബിക്കോസ് നമ്മുടെ തൊട്ടടുത്ത ഭവനം. പക്ഷേ ഞാൻ കർത്താവിനോട് പ്രാർത്ഥിച്ചു, കർത്താവേ മകനെ രക്ഷിച്ച് കൊണ്ടുവരണം. ഹല്ലേലൂയ. ആ ഭവനത്തിൻ്റെ എന്താ പറയുക, അത്താണിയാണ്. ഹല്ലേലൂയ. ആ കുടുംബം നശിച്ചു പോകാൻ ഇടവരുത്. ആ കുടുംബം രക്ഷയിലേക്ക് വരണം. അവർ 24 മണിക്കൂർ അമ്പലത്തിൽ കയറി ഇറങ്ങുക. ഹല്ലേലൂയ. പണ്ട് ഞങ്ങൾ കയറി ഇറങ്ങിയതുപോലെ. ഹല്ലേലൂയ. അവരോട് ഞാൻ ആ സത്യം പറഞ്ഞിട്ട് പോലും അവരത് എതിരായിട്ട് കുറേ സംസാരിച്ചു. ഞങ്ങൾ വെട്ടുകാട് പോവും, വേളാങ്കണ്ണി പോവും. ഞാൻ പറഞ്ഞു, അതല്ല സത്യം, അതല്ല സത്യം ഇതാണ് എന്നൊക്കെ ഞാൻ അവരോട് പറഞ്ഞു. ബട്ട് I thought I will pray, hallelujah, without talking this to them. It's better I will pray and Holy Spirit will work. Hallelujah. ചില ദിവസങ്ങൾ കുടിച്ചിട്ട് നമ്മുടെ വീട്ടിനകത്ത് കയറി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, അങ്ങനെ വരരുത്. അല്ലെങ്കിൽ ഓക്കെ ചേച്ചി, സ്നേഹം എല്ലാം നല്ലതാണ്, പഴയതുപോലെ സ്നേഹം എല്ലാം ഉണ്ട്. പക്ഷേ രാത്രി 8 മണി സമയത്തൊക്കെ ഇങ്ങനെ ഗേറ്റ് തുറന്ന് കുടിച്ചിട്ട് കയറി വരരുത്. ദറ്റ് ഇസ് നോട്ട് ഫെയർ. പക്ഷേ എന്നിട്ടും സ്നേഹത്തോടെ പോയി. കാര്യം മനസ്സിലായി. ഹല്ലേലൂയ. നമ്മൾ സ്നേഹത്തോടാണ് ഇടപെട്ടത്. ഹല്ലേലൂയ. അങ്ങനെ എത്ര അഡിക്റ്റഡായിട്ട് കിടക്കുന്ന ആൾക്കാർ നമ്മുടെ ചുറ്റുമുണ്ട് ദൈവമക്കളെ. നമ്മൾ പലപ്പോഴും പെണ്ണുങ്ങളെ ഹാൻഡിൽ ചെയ്യാൻ പോവാതിരിക്കുന്നതാണ് എപ്പോഴും നല്ലത്. ഏതെങ്കിലും പാസ്റ്റേഴ്സിൻ്റെ കരങ്ങളിൽ അവരെ ഏൽപ്പിക്കുക, അതാണ് നല്ലത്. പക്ഷെ നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയുമല്ലോ. ഹല്ലേലൂയ. I was talking to his mother only, not him.
ഹല്ലേലൂയ. ധാരാബശത്തരാറി കാലാസ്യാന്തര. എനിവേ ഈ ദിവസങ്ങളിൽ ഞാൻ ആ ഭവനത്തിൽ ഒരു അത്ഭുതം കാണുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ഹല്ലേലൂയ. ലെറ്റ് us pray to God. പരിശുദ്ധ പിതാവേ, സ്വർഗീയ നല്ല കർത്താവേ, നല്ല പ്രഭാതത്തിനായി എൻ്റെ കർത്താവിനെ നന്ദിയോടെ സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യുന്ന കർത്താവേ. ഉഡാല ബഷത്തര റിഖാരബറിതിക്കെ ഉറിദിബി ഖലബറിതിക്കെ സിഖാരല ബഷത്തര അധികാരകശത്തര. Oh, Abba, Father, we praise you, loving Father. Hallelujah. We praise you, Jesus, Father of our Lord Jesus Christ. I praise you, Jesus. Hallelujah. The Most High God, we praise you. The great God, God of gods, I praise you. Living God, loving God, God of love and peace. Eternal God, God of all comforts, God of patience and consolation, God of glory, God of my mercy, God who called me by His grace, I praise you. God of the valleys, I praise you. God of the hills, Katave, God of all kingdoms of the earth, your name is above all names, Daddy. The only true God, hallelujah. O Rikarabasiyantara, Rikalabaridike Sikarala, and Papa, who Ribasiyantara, we love you, Lord Daddy. O Rikarabasiyamdara, കർത്താവെ, ഇത്ര വലിയ രക്ഷ ഞങ്ങളെ തേടി വന്നല്ലോ, കുഴിക്കടന്ന് ഞങ്ങളെ വിടുവിച്ചല്ലോ കർത്താവെ. യുവർ നെയിം ഇസ് ബ്ലെസ്സൻ, യുവർ നെയിം ഇസ് ഓയിൻമെന്റ് പോട്ട് ഫോർ. നാമം പകർന്ന തൈലം പോലെ സൗരഭ്യവാസനയുള്ള അങ്ങയുടെ നാമത്തിനായി സ്തോത്രം. ഹോളി ആൻഡ് ടെറിബിൾ ഇസ് യുവർ നെയിം. യുവർ നെയിം ഇസ് ഗ്രേറ്റ് ആൻഡ് മൈറ്റി ലോർഡ്. For a glorious name, for a great name's sake. Your name is above every name. Hallelujah. O Rabasiyantara. Blessed be your glorious name, which is exalted above all blessing and praise. Your name is near to us. Your name, O Lord, is a strong tower. We praise you. We lift up your name, Jesus. Alabashantara, Alpha and Omega, the beginning and the end, the beginning of the creation of God, the first and the last. Hallelujah. Oh, Papa, you are our refuge, Daddy. You are our shield, Daddy. You are our stronghold. ഞങ്ങളുടെ കഷ്ടത്തിൽ ഞങ്ങൾക്ക് ഓടി വന്ന് ഞങ്ങളെ സഹായിക്കുന്നത് അങ്ങ് മാത്രമാണ്, ഡാഡി. ഓറി ബാലാശന്തർ, അങ്ങയുടെ സന്നിധിയിൽ മുട്ടുകുത്തുന്നവരുടെ നടുവിൽ ഇറങ്ങി വന്ന് ഞങ്ങളെ രക്ഷിച്ച് വിടുവിക്കുന്ന ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. കഴിഞ്ഞ രാത്രി നല്ലോണം ഉറങ്ങി സ്വർഗീയ സ്വപ്നങ്ങൾ തന്ന് പ്രഭാതത്തിൽ എഴുന്നേൽപ്പാൻ ജീവൻ തന്ന്, ശ്വാസം തന്ന്, ആരോഗ്യം തന്ന്, ബലം തന്ന്, ശക്തി തന്ന്, ഓർമ്മശക്തി തന്ന്, ബുദ്ധിശക്തി തന്ന്, സുബോധം തന്ന് എഴുന്നേറ്റ് നടപ്പാൻ കൃപ തന്ന കർത്താവിനെ എത്ര നന്ദി പറഞ്ഞാലും മതി വരത്തില്ല, എത്ര സ്തുതിച്ചാലും മതി വരത്തില്ല. ഹല്ലേലൂയ. ധാരാബശന്തര. സന്തോഷം നമ്മളെ, ദ ഗോഡ് ഹൂ ടേൺസ് അവർ മോർണിംഗ് ഇൻ ടു ഡാൻസിങ്. വിലാപത്തെ നൃത്തമാക്കുന്ന കർത്താവ്. ഉദാലകശത്തര അധികാരകതികസ്യ റീവപശത്തര ഉടവര ദിഗൂഢമരകുദഗസത്തര അധികാലകതികസ്യ. കർത്താവേ സ്തോത്രം, നല്ല പ്രഭാതനായ സ്തോത്രം. സോ ലെറ്റ് us enter into the message. is already നീണ്ടു പോടും. ഞാൻ ജസ്റ്റ് ആ ഒരു ടെസ്റ്റ് മണി എന്താണെന്ന് എനിക്കറിയത്തില്ല, എൻ്റെ ഉള്ളത്തിൽ വന്നതാ. ഓ റീഭാഷ്യാന്തര റീഖാഭാസ്യാന്തര, അവർക്ക് ഈ മെസ്സേജ് പോകുന്നതാ. എന്തായാലും അങ്ങോട്ടേക്ക് ഇന്ന് വിടുന്നില്ല. ഹൂഡാഭാഷ്യാന്തര റീഖാഭാഷ്യാന്തര. വരും ദിവസങ്ങളിൽ ഞാൻ സാക്ഷ്യം നിങ്ങളോട് പറയും. God will deliver him. I am very sure. ഹൂഡാഭാസന്തര. നമ്മുടെ കർത്താവിന് കഴിയാത്തത് എന്താ ഉള്ളത് ദൈവമക്കളെ? യഹോവയുടെ കൈ കുറുകിയിട്ടില്ല, ചെവി മന്ദമായിട്ടില്ല. യഹോവയ്ക്ക് കഴിയാത്ത വല്ല കാര്യമുണ്ടോ? ഹൂഡാബാസി ഖറബ ഓറിദാലാബ്. He sent his only son, begotten son, to save this mankind. So let us come to the message. That's today's promises from Proverbs 3:26. For the Lord will be your confidence and will keep your foot from being caught. Hallelujah. എൻ്റെ മലയാളം വാക്ക് വായിക്കട്ടെ. Proverbs 3:26. ഹോറാബാഷ്യാന്തര ഓറിദീസ്യാന്തര റേഖരബശത്തര. യഹോവ നിൻ്റെ ആശ്രയമായിരിക്കും, അവൻ നിൻ്റെ കാൽ കുടുങ്ങാതെ വണ്ണം കാക്കും. ഹല്ലേലൂയ. For the Lord shall be thy confidence and shall keep thy foot from being caught. Hallelujah. നമ്മളൊക്കെ ഓരോ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പോകുന്ന വഴികളിൽ ഹല്ലേലൂയ എത്രയോ കെണികൾ ശത്രു ഒരുക്കി വെച്ചിട്ടുണ്ട്, അല്ലേ? ഹല്ലേലൂയ. നമ്മൾ ഈ കാട്ടിൽ മൃഗങ്ങളെ പിടിക്കാൻ വേണ്ടിയിട്ട് കുഴി കുഴിച്ചിട്ടേക്കണ കണ്ടിട്ടില്ലേ? നമ്മുടെ യോസേഫിനെ. ഹല്ലേലൂയ. അതുപോലെ യോസേഫിനെ കൊണ്ടുവന്ന് കുഴിയിലല്ലേ ഇട്ടത്? ഹല്ലേലൂയ. എന്നിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് എന്താ പറയുക,
ഇങ്ങനെ കുറേ കമ്പും കുറേ തടികളും ഒക്കെ, തടിയല്ലല്ലോ, ഇങ്ങനെ ചെടികളൊക്കെ വെച്ചേക്കും. അപ്പം അറിയാതെ നമ്മൾ ആകുന്ന ആ വഴികളിലൂടെയൊക്കെ നമ്മൾ നടന്നു പോകും. നമുക്കറിയത്തില്ല മുന്നമേ എത്ര കുഴികളുണ്ടെന്ന്. ഹല്ലേലൂയ. ഓ റിദബാല ശാന്തരാറി കാലാബ റിദികെ സിക്കാരലബ. ഇതുപോലെ മൂടപ്പെട്ടതുപോലെ കാണുന്ന കിണറുകൾ ഉണ്ടാവും. ഹല്ലേലൂയ. നമ്മളറിയത്തില്ല, നമ്മൾ നടന്നു പോകുന്ന വഴികളിൽ നമ്മളറിയാതെ അതിനകത്ത് വീണു പോവും. പക്ഷേ സ്വർഗത്തിലെ കർത്താവ് നമ്മുടെ കാലുകളെ, അതാണ് സങ്കീർത്തനം ഹുദാരകശന്തരാധികാരകശന്തര, സങ്കീർത്തനം 91 സങ്കീർത്തനത്തിൻ്റെ ഹാലേലൂയ റിഖാബ സ്യാന്തര റിഖാരബ ദിഗേ സ്യാന്തര എന്താണ് പറയുന്നത്? അവൻ നിന്നെ വേട്ടക്കാരൻ്റെ കെണിയിൽ നിന്നും നാശകരമായ മഹാമാരിയിൽ നിന്ന് നിന്നെ വിടുവിക്കും. ഹാലേലൂയ. ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരി, ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരത്തെയും നിനക്ക് പേടിപ്പാനല്ല. ഹല്ലേലൂയ. ഓ റിഖാലാബ റിതികെ സിഖാരല. ഓ റിതിബി സ്യാന്തര. നിൻ്റെ കാൽ കല്ലിൽ തട്ടിപ്പോകാതിരിക്കേണ്ടതിന് ആ ദൂതന്മാർ നിൻ്റെ കൈകളിൽ വഹിച്ചുകൊള്ളും. നിൻ്റെ എല്ലാ വഴികളിലും നിന്നെ കാക്കേണ്ടതിന് അവൻ നിന്നെക്കുറിച്ച് ദൂതന്മാരോട് കൽപ്പിക്കും. ദൈവമക്കളെ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. ഈ 26th മോർണിംഗ്, ഈ നിമിഷം വരെ നമ്മുടെ മുന്നിൽ എത്രയോ കുഴികൾ ഇതുവരെ ഉണ്ടായിരുന്നു. നമ്മൾ അതിലൊക്കെ വീണ് പോകേണ്ടതല്ലായിരുന്നോ? ഹല്ലേലൂയ. നിങ്ങളിപ്പോൾ ഈ മെസ്സേജ് കേട്ടുകൊണ്ടിരിക്കുന്നവരാരെങ്കിലും ഈസ് യുവർ ഫുഡ് ട്രാപ്ഡ് ഇൻ എ സ്നേർ? ഹല്ലേലൂയ. ആർ യു ഇൻ എ ബോണ്ടേജ് ഓർ ക്യാപ്റ്റിവിറ്റി? ആണോ? നിങ്ങൾ ഭയപ്പെടേണ്ട. ഫിയർ നോട്ട്, ഫോർ ഗോഡ് വിൽ ഡെലിവർ യു ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഞാൻ പറഞ്ഞു, യേശുവിൻ്റെ നാമത്തിൻ്റെ ശക്തി. പക്ഷേ യു ഹാവ് ടു ട്രസ്റ്റ് ഇൻ ജീസസ്. കാരണം ജീസസ് ഇസ് ദ വേ, ദ ഡോർ ആൻഡ് ദ ലൈഫ്. ഹല്ലേലൂയ. നിങ്ങൾ സ്റ്റക്കായി പോകണമെങ്കിൽ നിങ്ങൾ ഭാരപ്പെടണ്ട. ഹല്ലേലൂയ. നിങ്ങൾക്കൊരു പക്ഷേ ഈ പറഞ്ഞതുപോലുള്ള കുഴികളിനകത്ത് വീണാൽ ആരെങ്കിലും നമ്മളെ വലിച്ച് അതിൽ നിന്ന് ഹെൽപ്പ് ചെയ്താലേ നമുക്ക് പുറത്തു വരാൻ കഴിയത്തുള്ളൂ. നമ്മുടെ സ്വർഗത്തിലെ കർത്താവ് വന്ന് ആ കുഴികളിൽ നിന്ന് നമ്മളെ വിടുവിക്കാൻ മതിയായവനാണ്. പലപ്പോഴും നമ്മളിങ്ങനെ സ്റ്റക്കായി നിൽക്കുമ്പോൾ ഉണ്ടല്ലോ, ആരും നമുക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാനോ നമുക്കവിടെ നിന്ന് മൂവ് ചെയ്യാനോ നമുക്ക് പറ്റത്തില്ല. ഹല്ലേലൂയ. കൈകൾ ഉയർത്തി കർത്താവിലേക്ക് നോക്കുക. ട്രസ്റ്റ് ഇൻ ജീസസ് ആൻഡ് ഹീ വിൽ ലീഡ് യു ടുവേർഡ്സ് റൈറ്റസ്നെസ്, പ്രോസ്പെരിറ്റി ആൻഡ് പീസ്. ഹല്ലേലൂയ. ധരലബ ശിഖരബ റിതികെ ഒറിതിബികോ റോക്കോ ശകലബ രസന്തരലബ ധരല റിതികെ ശിഖരലബ. നമ്മൾ സ്റ്റക്കായി നമ്മൾ ആ കുഴികളിൽ കിടക്കുമ്പോൾ അനേകർ നമ്മളെ നോക്കി ചിരിക്കുന്നവരുണ്ടാവും. ഹല്ലേലൂയ. നമ്മളെ ഒന്ന് കൈതാങ്ങി ആ കുഴികളിൽ നിന്ന് വലിച്ചെടുക്കുവാൻ എന്നെ കർത്താവ് കാണിക്കുന്നതാണ്. ഹല്ലേലൂയ. വലിച്ചെടുക്കാൻ പോലും ആരുമില്ലാത്ത കുഴികളിൽ കിടന്ന് പലരും മെസ്സേജ് കേൾക്കുന്നവർ സ്റ്റക്കായിട്ട് ഇങ്ങനെ കിടക്കുവാണ്. ആരെന്നെ സഹായിക്കും? ഹല്ലേലൂയ. ടുഡേ ജീസസ് ഇസ് കമ്മിങ് ടു യു. ഹല്ലേലൂയ. ഡു യു ബിലീവ് ദിസ്? കർത്താവ് ഇന്ന് നിങ്ങളുടെ അടുക്കൽ വരികയാണ്. സറണ്ടർ യുവർ ലൈഫ് ടു ജീസസ്. ഹി ഈസ് ഗോയിങ് ടു റിലീസ് യു ഫ്രം എവറിത്തിങ് ദാറ്റ് ഹോൾഡ്സ് യു ബാക്ക്. ഹല്ലേലൂയ. നിങ്ങളെ എന്താണ് കർത്താവിൽ നിന്ന് നിങ്ങളെ ബാക്കിലേക്ക് വലിക്കുന്നത്? അതിൽ നിന്ന് കർത്താവ് നിങ്ങളെ വിടുവിക്കുവാൻ മതിയായവനാണ്. ഹല്ലേലൂയ. ഓറിബ സ്യാന്തര റിഖാരബ. നമുക്കൊരു വചനം നമ്മൾ കേട്ടില്ലേ? ഹി വിൽ മേക്ക് യുവർ ഫീറ്റ് ലൈക്ക് ദ ഫീറ്റ് ഓഫ് എ ഡിയർ ആൻഡ് സെറ്റ് യു ഇൻ ഹൈ പ്ലേസ്. മാനിനെ പോലത്തെ കാലുകൾ നമുക്ക് തരുമ്പം നമുക്ക് ഹയർ പ്ലേസസിലേക്ക് നമുക്ക് ചാടി ചാടി, ഈ ഒരു ദിവസം ഞാൻ ആ മെസ്സേജ് അതിനെക്കുറിച്ച് ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞത്, അതുകൊണ്ട് ഐ ഡോണ്ട് വാണ്ട് ടു റിപ്പീറ്റ് ഇറ്റ് അഗെയിൻ. ഹയർ പ്ലേസസിലേക്ക് നമുക്ക് ചാടി ചാടി കയറുവാൻ നമുക്ക് കഴിയും. ഹല്ലേലൂയ. ദൈവമക്കളെ, ഹല്ലേലൂയ. ഡു യു ട്രസ്റ്റ് ഗോഡ്? 1 ശമൂവേൽ 2:9 കർത്താവ് പറയുന്നു, ഹി ഗാഡ്സ് ദ സ്റ്റെപ്സ് ഓഫ് ഹിസ് ഫെയ്ത്ത്ഫുൾ വൺസ്. ദൈവത്തിൽ വിശ്വസ്തരായിട്ടുള്ളവരുടെ വഴികളെ, സ്റ്റെപ്സിനെ കർത്താവ് ഗാഡ് ചെയ്യും. ഹല്ലേലൂയ. ബട്ട് ദ വിക്കറ്റ് പെറിഷ് ഇൻ ഡാർക്ക്നെസ്. ഹല്ലേലൂയ. കാരണം എന്താ? അവർക്ക്, ഈ വിക്കഡ് ആൾക്കാർക്ക്, അവർ സ്വന്തം ശക്തിയിൽ, സ്വന്തം എബിലിറ്റിയിൽ, സ്വന്തം ഇൻ്റലിജൻസിൽ, സ്വന്തം വിവേകത്തിൽ, ഹല്ലേലൂയ, അവർ അഹങ്കരിക്കുന്നവരാണ്. ഹല്ലേലൂയ. ധാരാബ ശന്തര. പക്ഷെ കർത്താവിൽ ട്രസ്റ്റ് ചെയ്യുന്ന ഒരു ദൈവമകനെ, ദൈവ പൈതലിനെ കർത്താവ് വിടുവിക്കുവാൻ മതിയായവനാണ്. പ്രോവർബ്സ് 14:26 says, in the fear of the Lord is strong confidence. നമുക്ക് വേണ്ടത് അതാണ്. ഫിയർ ഓഫ് ദ ലോർഡ്
ഉണ്ടെങ്കിൽ ഹല്ലേലൂയ, വി വിൽ ഹാവ് ദ സ്ട്രോങ് കോൺഫിഡൻസ്. ഹല്ലേലൂയ, അങ്ങയുടെ മക്കൾക്ക് കർത്താവിൻ്റെ നാമത്തിൽ നമുക്ക് റെഫ്യൂജ് ചെയ്യാൻ കഴിയും. ഹല്ലേലൂയ. ഓറിബ, ഷ്യൂർലി God will deliver you from the snare of the fowler and from the noisome pestilence. Hallelujah. Tharaba Shantara Rika Degasandara. Habakkuk 3:17-18. Hallelujah. ഇതറിഞ്ഞൂടാത്ത ഈ വചനം അറിഞ്ഞൂടാത്ത ആരും ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നണില്ല. ഹല്ലേലൂയ. ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് ഹബക്കൂക്ക് 3:17-18. എന്താണ്? അത്തിവൃക്ഷം തളിർക്കയില്ല, മുന്തിരിവള്ളിയിൽ അനുഭവം ഉണ്ടാകുകയില്ല, ഒലിവ് മരത്തിൻ്റെ പ്രയത്നം നിഷ്ഫലമായി പോകും, നിലങ്ങൾ ആഹാരം വിളയിക്കുകയില്ല, ആട്ടിൻകൂട്ടം തൊഴുത്തിൽ നിന്ന് നശിച്ചു പോകും, ഗോശാലകളിൽ കന്നുകാലി ഉണ്ടായിരിക്കുകയില്ല. എങ്കിലും ഞാൻ യഹോവയിൽ ആനന്ദിക്കും, എൻ്റെ രക്ഷയുടെ ദൈവത്തിൽ ഘോഷിച്ചുല്ലസിക്കും. ഹല്ലേലൂയ. കാറ് കിട്ടുന്നതുകൊണ്ടാണോ നമ്മൾ ദൈവത്തിൽ ആനന്ദിക്കുന്നത്? വീട് കിട്ടുന്നതുകൊണ്ടാണോ നമ്മൾ ദൈവത്തിൽ ആനന്ദിക്കുന്നത്? ഹല്ലേലൂയ. നമുക്കൊരു രോഗസൗഖ്യം ലഭിച്ചത് കൊണ്ടാണോ യഹോവയിൽ ആനന്ദിക്കുന്നത്? അധലാബറ അധികാരകസത്തറ. അങ്ങനെയുള്ള ആശ്രയം, അങ്ങനെയുള്ള ആനന്ദവും നിലനിൽക്കത്തില്ല ദൈവമക്കളെ. ഹല്ലേലൂയ. വാട്ട് എവർ ഹാപ്പൻസ്, ശത്രക്കും മേശക്കും അബേദ്നെഗോവും പറഞ്ഞ പോലെ, വാട്ട് എവർ ലെറ്റ് ഇറ്റ് ഹാപ്പൻ ടു അസ്, we will never change. Hallelujah. We will never that idol. Hallelujah. Because ഈ കർത്താവിനെ ഞങ്ങളെ വിടുവിച്ചാലും വിടുവിച്ചില്ലെങ്കിലും ഞങ്ങൾ ദൈവത്തെ, സത്യദൈവത്തെ മാത്രമേ ആരാധിക്കുകയുള്ളൂ. അങ്ങനെയുള്ളവരുടെ വിശ്വാസം മാത്രമേ ഈ അന്ത്യകാലത്ത് കർത്താവിൻ്റെ വരവിൽ, നമ്മൾ പുതിയ നിയമം പഠിക്കുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ വായിക്കുന്ന ഒരു കാര്യമാണ് വിശ്വാസത്യാഗമുണ്ടാവും. ഓൾറെഡി ദിസ് 2024 ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്. ഒരുപാട് വലിയ വിശ്വാസത്തിൽ നിൽക്കുന്ന വലിയ ശുശ്രൂഷകർ വീഴുവെന്ന് പലരും പ്രവേശിച്ചിരിക്കുകയാണ്. നമ്മളെപ്പോഴും അതുകൊണ്ട് കർത്താവിനോട് പറ്റിയിരുന്നോളണം. നമ്മുടെ വിശ്വാസത്തിന് ഒരു കോട്ടവും വരാതെ നമ്മൾ എപ്പോഴും ശ്രദ്ധിച്ചോളണം ദൈവമക്കൾ, എന്നെ ഉൾപ്പെട്ടാണ് ഞാനീ പറയുന്നത്. ഹല്ലേലൂയ. നമുക്കാർക്കും സ്വന്തമായിട്ട് നമുക്ക് ബോസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല, എനിക്ക് നിൽക്കാൻ പറ്റും. ഹല്ലേലൂയ. ധാരാബ, കർത്താവ് കൃപ തന്നോണ്ടാണ് നമ്മളൊക്കെ നിൽക്കുന്നത്. ഹല്ലേലൂയ. ഈ വിശ്വാസത്തിൽ നിൽക്കണമെങ്കിൽ, ഈ തീച്ചൂളയുടെ നടുവിൽ നിൽക്കണമെങ്കിൽ കർത്താവ് കൃപ പകർന്നാലേ മതിയാവത്തുള്ളൂ. പരിശുദ്ധാത്മാവിന് നമ്മൾ ഡിപ്പെൻഡ് ചെയ്താൽ മാത്രമേ പറ്റത്തുള്ളൂ. വി ഷുഡ് ഹാവ് എ പ്രയർ ലൈഫ്. ഹല്ലേലൂയ. ഓ റീബാസ്യാന്തര റീഖശന്തര. ആ ദൈവത്തെ പൂർണ്ണമായും, അതാണ് പുതിയ നിയമത്തിൽ പറഞ്ഞത്, പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും നിൻ്റെ ദൈവത്തെ നീ സ്നേഹിക്കണം. അങ്ങനെ സ്നേഹിക്കണം. എന്തൊക്കെ ഇല്ലെങ്കിലും, ഇപ്പോൾ ഇവിടെ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഇല്ല. Let me read the English verse also. Although the fig tree shall not blossom, neither shall fruit be in the vines, the labor of the olive shall fail, and the field shall yield no meat. The flock shall be cut off from the fold, and there shall be no herd in the stalls. Yet I will, ശ്രദ്ധിച്ചോ, yet എന്നാലും എങ്കിലും, I will rejoice in the Lord. I will joy in the God of my salvation. ഒരുപാട് പേര് പ്രവചിച്ചിട്ടുള്ളൊരു കാര്യമാണ് 2024 തൊട്ട് അങ്ങോട്ടേക്ക് ഒരുപാട് ഫാമിൻ വരുമെന്ന് പ്രവചിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. ഹല്ലേലൂയ. ആ നാളുകളിൽ പിടിച്ചു നിൽക്കണമെങ്കിൽ നമുക്ക് ആഴമേറിയ വിശ്വാസം വേണം ദൈവമക്കളെ. കർത്താവിൻ്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുവാണ്. വിശ്വാസത്തിൽ നിലനിൽക്കണമെങ്കിൽ ഹല്ലേലൂയ ആഴമേറിയ വിശ്വാസം നമുക്ക് വേണം. ഹല്ലേലൂയ. കർത്താവുമായിട്ട് പറ്റിയിരിക്കണം നമ്മൾ. ഹല്ലേലൂയ. എന്നെ ഉൾപ്പെട്ടാണ് ഞാൻ ഈ പറയുന്നത്. ഹല്ലേലൂയ. റീഖാബാസ്യാന്തര. നമുക്ക് മറ്റുള്ളവരെ ഉപദേശിക്കാൻ ഭയങ്കര എളുപ്പമാണ്, പക്ഷേ പ്രാക്ടിക്കൽ ക്രിസ്ത്യൻ ലൈഫ് എന്താ പറയുക, ഇറ്റ്സ് ലിറ്റിൽ ഡിഫിക്കൽട്ട്. എന്താ പറയുക? ഹല്ലേലൂയ. റീഖാബാസ്യാന്തര. ഓ റീദിബിഷോന്തരോ റീഖാബാസ്യാന്തര റീബശന്തര. Oh, Ribasyanda, the Lord will be your confidence and will keep your foot from being caught. Hallelujah. Oh, Ribasyantara, Rikarabasyanthara, oh, Rikarabashantara. നമ്മുടെ ദൈവത്തിലുള്ള കോൺഫിഡൻസ്, ഹല്ലേലൂയ, നമ്മളിൽ വർദ്ധിച്ചു വരണം.
ഹാലേലൂയ റിഖാറാബ. എല്ലാ സിറ്റുവേഷനിലും എല്ലാ സർക്കംസ്റ്റൻസസിലും നമ്മൾ യേശുവിൽ മാത്രം ആശ്രയിക്കുക. റീഖാലാബ ശിഖാലാബ ഋതിക്ക് ധാരാലാബ ശന്തര. വചനം നമ്മുടെ ഉള്ളിൽ വേണം. ഹാലേലൂയ റീഖാലാബ ശിഹാന്തര റീഖാരബദികസ്യാന്തര. സാം 59:9 പറയുന്നുണ്ട്, ഐ ഹാവ് കോൺഫിഡൻസ് ഇൻ യുവർ സ്ട്രെങ്ത് ബിക്കോസ് യു ആർ മൈ റെഫ്യൂജ് ഗാഡ്. ഫോർ ദ ലോർഡ് വിൽ ബി എ കോൺഫിഡൻസ് ആൻഡ് വിൽ കീപ് യുവർ ഫുഡ് ഫ്രം ബീയിങ് ഗാഡ്. ബീയിങ് കോൺഫിഡൻറ്റ് ടു ദിസ് വെരി തിങ്. അത് ഫിലിപ്പിയ ലേഖനത്തിലാണ് പറയുന്നത്. ദാറ്റ് ഹി വാസ് ബിഗൻ. കർത്താവ് ഒരു ഗുഡ് വർക്ക് നമ്മളിൽ ആരംഭിച്ചിട്ടുണ്ട്. അത് തീർക്കുവാൻ കർത്താവ് മതിയായവനാണ്. അൺടിൽ ദ ഡേ ഓഫ് ജീസസ് ക്രൈസ്റ്റ് നമ്മളെ കാക്കുവാൻ കർത്താവ് മതിയായവരാണ്. അതുകൊണ്ടാണ് എബ്രായ ലേഖനം 10-ാം അധ്യായത്തിൻ്റെ 35-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, സോ ഡു നോട്ട് ത്രോ അവേ യുവർ കോൺഫിഡൻസ്, ഇറ്റ് വിൽ ബി റിച്ച്ലി റിവാർഡഡ്. നമ്മുടെ കോൺഫിഡൻസിന് നമുക്ക് റിവാർഡ് കിട്ടും ദൈവമക്കളെ. ഹല്ലേലൂയ. ധാരാലാബ ശിഖാരാബ ഋതികെ കോറോബോ ശിഖാരാബ ഋതികെ ഒറിതി ബിഖാരാല ശാന്തരാബ ഋതികെ ശിഖാരാലാബ. നമുക്കറിയാം പീറ്റർ മത്തായി സുവിശേഷം 14-ാം അധ്യായം നമ്മൾ എടുത്താൽ ഓറബസ്യാന്തര റീഖാറബസ്യാന്തര. മത്തായി 14-ാം അധ്യായത്തിൻ്റെ ഹോളിക്കാട് ഹുഡാബീഷോണ്ടു റിബിരിതികെ സിഖാരല. ഹല്ലേലൂയ ജീസസ്. ഹോളി ഗാഡ് ഹുഡാബീസ്യാന്തര ഓ റിബീസ്യാന്തര. 14-ാം അധ്യായത്തിൻ്റെ 22 മുതൽ നമ്മളൊന്ന് വായിച്ചു നോക്കിയാൽ ഓ റിബീസ്യാന്തര നമുക്കവിടെ ഒരു കാര്യം കാണാൻ കഴിയും. എന്നാണ്? ഉടനെ യേശു താൻ പുരുഷാരത്തെ പറഞ്ഞയക്കുന്നതിനിടെ ശിഷ്യന്മാർ പടകിൽ കയറി തനിക്ക് മുമ്പായി അക്കരയ്ക്ക് പോകാൻ അവരെ നിർബന്ധിച്ചു. അവൻ പുരുഷാരത്തെ പറഞ്ഞയച്ചിട്ട് പ്രാർത്ഥിക്കാൻ തനിക്ക് മലയിലേക്ക് പോയി. പടകോ കരവിട്ട് പല നാഴിക ദൂരത്തായി കാറ്റ് പ്രതികൂലമാകൊണ്ട് തിരകളാൽ വലഞ്ഞിരുന്നു. രാത്രിയിലെ 4-ാം യാമത്തിൽ അവൻ കടലിന്മേൽ നടന്നു അവരുടെ അടുക്കൽ വന്നു. അവൻ കടലിന്മേൽ നടക്കുന്നത് കണ്ടിട്ട് ശിഷ്യന്മാർ ഭ്രമിച്ചു. അതൊരു ഭൂതമെന്ന് പറഞ്ഞ് പേടിച്ച് നിലവിളിച്ചു. ഉടനെ യേശു അവരോട്, ധൈര്യപ്പെടുവിൻ, ഞാനാകുന്നു, പേടിക്കേണ്ട എന്ന് പറഞ്ഞു. ബട്ട് സ്ട്രൈറ്റ് അവേ ജീസസ് സ്പോക്ക് ടു ദം സേയിങ്, ബി ഓഫ് ഗുഡ് ചിയർ, ഇറ്റ് ഈസ് ഐ, ബി നോട്ട് അഫ്രൈഡ്. അതിന് പത്രോസ്, കർത്താവേ നീ ആകുന്നുവെങ്കിൽ ഞാൻ വെള്ളത്തിന്മേൽ നിൻ്റെ അടുക്കൽ വരേണ്ടതിന് കൽപ്പിക്കണം എന്ന് പറഞ്ഞു. വരിക എന്നവൻ പറഞ്ഞു. പത്രോസ് പടകിൽ നിന്ന് ഇറങ്ങി യേശുവിൻ്റെ അടുക്കൽ ചെല്ലുവാൻ വെള്ളത്തിന്മേൽ നടന്നു. ഹല്ലേലൂയ. കർത്താവ് ഇത്രയും ശിഷ്യന്മാർ ഇത്രയും നാൾ കൂടെ നടന്ന് കർത്താവിൻ്റെ അത്ഭുതങ്ങൾ കണ്ട ശിഷ്യന്മാരിൽ പത്രോസിന് മാത്രമാണ് ആ ധൈര്യമുണ്ടായത്. ഹല്ലേലൂയ. വരിക എന്ന് പറഞ്ഞപ്പോൾ ആ ഫുൾ കോൺഫിഡൻസോടുകൂടി കർത്താവ് പറഞ്ഞ വാക്കിൽ വിശ്വസിച്ച് യേശുവിൻ്റെ അടുക്കൽ ചെല്ലുവാൻ വെള്ളത്തിന്മേൽ നടന്നു. ഹല്ലേലൂയ. പക്ഷേ ഒരു കാര്യമുണ്ട്, പെട്ടെന്ന് കാറ്റടിച്ചു ആ പടകിന്മേൽ. ഹല്ലേലൂയ. കാറ്റടിച്ചു ആ കടലിന്മേൽ. അപ്പോഴേക്കും തുടങ്ങുക. ഹല്ലേലൂയ. അപ്പം കർത്താവെ എന്നെ രക്ഷിക്കണമേ എന്ന് നിലവിളിച്ചു. ഹല്ലേലൂയ. ഉടനെ കർത്താവ് കൈ നീട്ടി അവനെ പിടിച്ചു. അല്പവിശ്വാസിയെ, നീ എന്തിന് സംശയിച്ചു എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. അവർ പടകിൽ കയറിയപ്പോൾ കാറ്റ് അമർന്നു. ഹല്ലേലൂയ. ഇന്ന് പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവ് നമ്മളോട് കൈനീട്ടുക ദൈവമക്കളെ. നിൻ്റെ ഏത് പ്രതികൂലമാണോ നീ കർത്താവിൻ്റെ അടുക്കലേക്ക് വിശ്വാസത്തോടെ നടക്കുക. ആ കാറ്റിൻ്റെയും കോളിൻ്റെയും പുറത്തുകൂടി. ഹല്ലേലൂയ. ഹരബശാന്തര. ഈ കാറ്റും കോളും കണ്ട് പുറകോട്ട് പോകുന്നവൻ ഒരിക്കലും കർത്താവിൻ്റെ അടുക്കലേക്ക് ചെല്ലാൻ കഴിയത്തില്ല. എനിക്കറിയത്തില്ല, പരിശുദ്ധാത്മാവ് ഇത് എന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. ഉടാല ശാന്തര. കാറ്റും കോളും കണ്ടിട്ട് പുറകോട്ട് തിരിയുന്നവനെ കർത്താവിൻ്റെ രാജ്യത്തിന് ഹല്ലേലൂയ പ്രയോജനമുള്ളവനാക്കുവാൻ കഴിയുകയില്ല. ഓറി ഖാലാബസന്ധരാബരിതിക്കെ. അവനെ കർത്താവ് പറയും അല്പവിശ്വാസി എന്ന് വിളിക്കുകയുള്ളൂ. നീ എന്തിനാ സംശയിച്ചത്? കർത്താവിൻ്റെ തിരുവശം പറയുന്നത്, സംശയിക്കുന്നവൻ കാറ്റിൽ ആടി ഉലയുന്നതിന് പോലെ തുല്യമാണ്. ഹല്ലേലൂയ. സോ നമുക്ക് വിശ്വാസം വേണം. കർത്താവ് നമ്മുടെ കയ്യിലേക്ക് പിടിക്കാൻ കരം നീട്ടുകയാണ്. ഇന്ന് എത്ര പേർ ആ കരത്തിലേക്ക് കൈ കൊടുക്കും? ഹല്ലേലൂയ. നമ്മൾ പിന്നെ ആ 32-ാം വാക്യത്തിൽ നമ്മൾ വായിക്കണ ഒരു കാര്യമുണ്ട്, നിങ്ങൾ ശ്രദ്ധിച്ചോ? അത് അവർ പടകിൽ കയറിയപ്പോൾ കാറ്റമർന്നു. ഹല്ലേലൂയ. പടകിലുള്ളത് ആരാണ്?
ദൈവപുത്രനാണ്. കർത്താവ് നമ്മളെ വിളിച്ച ഹല്ലേലൂയ, കർത്താവിൻ്റെ കരത്തിലോട്ടാണ് നമ്മൾ കൈ കൊടുക്കണേ. ഹല്ലേലൂയ. പിന്നെ നമ്മൾ എന്തിനാണ് ഭാരപ്പെടേണ്ടത്? ഹല്ലേലൂയ. നമ്മൾ ഒരിക്കലും തകർന്നു പോകത്തില്ല ദൈവമക്കളെ. നമ്മൾ ആ എത്തേണ്ട സ്ഥലത്ത് കർത്താവ് നമ്മളെ വിളിച്ചേക്കണേ ആ ഡെസ്റ്റിനിയിലേക്ക് 100 ടൈം ഹല്ലേലൂയ നമ്മൾ അവിടെ എത്തിയിരിക്കും. ഹല്ലേലൂയ. ഓ റിഖാലബശന്തര ഋതിക രഗേശ്യാന്തര റിഖലബശന്തര. ഓ നമ്മൾ പക്ഷേ സംശയിക്കരുത്, നമ്മൾ പുറകോട്ട് പോകരുത്. ഹല്ലേലൂയ. നമുക്ക് കർത്താവിലുള്ള ആഴമേറിയ ട്രസ്റ്റ് വേണം. ഹല്ലേലൂയ. ആഴമേറിയ വിശ്വാസം വേണം. ഹല്ലേലൂയ. നമ്മൾ ഹല്ലേലൂയ. ഓ ഋതിബിസി ഖാരല ബശന്തര റിഖാരഗസന്തര. ഓ എന്നിട്ട് പീറ്റർ പറയണ ഒരു കാര്യമുണ്ട്. ലോർഡ് ഇഫ് ഇറ്റ്സ് യു ടെൽ മീ ടു കം ടു യു ഓൺ ദ വാട്ടർ. ഹല്ലേലൂയ. തറബശന്തര. പത്രോസാതി നമ്മളാണെങ്കിലും അങ്ങനെയൊക്കെ ആവട്ടോ. പത്രോസ് വിചാരിച്ചത് ഭൂതമാണ്, കർത്താവാണെന്ന് വിചാരിച്ചേയില്ല. ഹല്ലേലൂയ. താരാബഷി ഖാലാബറിത്തിക്കെ ഓ റിതിബി ഖാസ്യാന്തര. ഇവിടെ 3 കാര്യങ്ങൾ നമുക്ക് കാണാം. ഹല്ലേലൂയ. 3 മിറക്കിൾസ് ഈ പാസേജിൽ നടന്നതായിട്ട് നമുക്ക് കാണാം. 35 മിനിറ്റായി കർത്താവേ. 3 മിറക്കിൾസ് നമുക്ക് കാണാം. ഒന്ന്, ജീസസ് വാക്സ് ഓൺ വാട്ടർ. ജീസസിൽ വിശ്വസിച്ച് കോൺഫിഡൻസ് ഉണ്ടായിരുന്ന പീറ്റർ വാക്സ് ഓൺ വാട്ടർ ആൻഡ് ജീസസ് കാം ദ സ്റ്റോം. 3 മിറക്കിൾസാണ് ഈ പാസേജിൽ നടന്നേക്കണേ. ഹല്ലേലൂയ. ധാരാബ ഷിഖാരാബ റിതിക്കെ ഓ റിതിബി ഖാലാബ റിതിക്കെ. നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, പരിശുദ്ധാത്മാവിൻ്റെ ഉള്ളിൽ തരുന്നൊരു കാര്യമാണ്. നമ്മുടെ ജീവിതത്തിൽ വലിയ കാറ്റും ഫ്ലഡും കോളും ഒക്കെ ഉണ്ടാവുന്ന സമയത്താണ് നമ്മൾ കർത്താവിൻ്റെ സാന്നിധ്യം കൂടുതലായി അനുഭവിക്കുന്നത്. ഹല്ലേലൂയ. ആ സമയത്ത് കാറ്റ് അടങ്ങുക, കടലെ ശാന്തമാകുക, പീസ് ബി സ്റ്റിൽ എന്ന് അധികാരത്തോടെ നമ്മൾ കൽപ്പിക്കുവാണെങ്കിൽ ഹല്ലേലൂയ, ഇറ്റ് വിൽ ബി എന്താ പറയുക, അത് കാമാവും. ഹല്ലേലൂയ. ഓറി ഖാലാബശത്തറ. സോ പീറ്റേഴ്സ് വാക്ക് ഓൺ വാട്ടർ ടീച്ചസ് ദാറ്റ് പീസ് ഇസ് ഫൗണ്ട് ഇൻ ദ പ്രസൻസ് ഓഫ് ജീസസ് ഈവൻ ഇൻ ദ മിഡിൽ ഓഫ് എ സ്റ്റോം. നമ്മൾ പറഞ്ഞല്ലോ, കർത്താവ് ആദ്യമേ പറഞ്ഞല്ലോ, ഈ സ്റ്റോമിൻ്റെ നടുവിൽ നമ്മൾ ഒറ്റയ്ക്കല്ല, കർത്താവ് നമ്മളോട് കൂടെയുണ്ട്. ഹല്ലേലൂയ. റിഖാബസ്യാന്തര. പക്ഷേ ഈ സ്റ്റോം കാറ്റും എന്താ പറയുക തിരമാലകളും അടിക്കുമ്പോൾ നമ്മൾ സ്റ്റക്കായി അവിടെ നിന്ന് നമ്മൾ പുറകോട്ട് പോകുന്നവരായിട്ടല്ല, നമ്മൾ മുൻപോട്ട് പോകുന്നവരായി തീരണം. യു ഹാവ് ടു എന്താ പറയുക സ്റ്റെപ്പ് ഔട്ട് ഓഫ് ദ ബോട്ട്. യു ഹാവ് ടു സ്റ്റെപ്പ് ഔട്ട് ഓഫ് ദ ബോട്ട് ആൻഡ് വാക്ക് towards Jesus. Hallelujah. Tharaba shikaraba ridike. The more steps of faith, നമ്മൾ വിശ്വാസത്തോടെ എത്ര സ്റ്റെപ്പ് വെക്കുന്നോ, it will be easier to get into that destination. So step out of the boat എന്നാണ് ഈ പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവ് നമ്മളോട് പറയുന്നത്. ഹാലേലൂയ. റിഖാരാബ സ്യാന്തറ ഓ റിവിഷ്യാന്തർ റിഖാരാബ. നമ്മളെ കർത്താവിനെ ഫോളോ ചെയ്യാൻ നമ്മൾ ഡിസൈഡ് ചെയ്യുവാണെങ്കിൽ God is ready to do wonders and miracles through us. ഹാലേലൂയ. കർത്താവ് നമ്മുടെ നേരെ കരം നീട്ടുക. അതേ മക്കളെ, how many of you will give your hands to Jesus? Hallelujah. If you have not received Jesus Christ in your life, today morning take a decision. നിങ്ങളൊരു ഡിസിഷൻ എടുക്കുക, കർത്താവിനെ രക്ഷിതാവ് കർത്താവുമായി സ്വീകരിക്കുക. ഓ റീബ സ്യാന്തര റിഖാലാബ ശന്തര എന്ന മെസ്സേജ് കേട്ട് ഹല്ലേലൂയ ധാരാബ ശന്തര റിഖാ രഗശന്തര അന്നത്തേക്കുള്ള ഡെലിവറൻസ് എടുക്കുകയല്ല ദൈവമക്കളെ. പെർമനൻ്റ്ലി യു ഹാവ് ടു ബി ഡെലിവേർഡ് ഫ്രം ഓൾ ദ ബോണ്ടേജസ്. For that you have to come to Jesus and receive Jesus Christ as your Savior and Lord, and you have to get baptized in the name of Jesus, in the name of Heavenly Father, Jesus and the Holy Spirit, and you should be hallelujah filled with Holy Spirit to lead this hallelujah oh rikalaba sikaraba Christian life. That is the way. ഹാലേലൂയ. ഓ കർത്താവിൻ്റെ വഴിയിലൂടെ നടക്കാൻ, ടു വാക്ക് വിത്ത് ജീസസ്. ഹാലേലൂയ. ഗോഡ് വാണ്ട്സ് യു for his kingdom to do wonders through you. കർത്താവിന് ഒറ്റയ്ക്ക് ഹാലേലൂയ ഈ ഏർത്തിൽ കർത്താവിൻ്റെ കിങ്ഡം
ബിൽഡ് ചെയ്യണമെന്നല്ല കർത്താവ് ആഗ്രഹിക്കുന്നത്. ഈ മെസ്സേജ് കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരെയും കർത്താവിന് വേണം. ആർ യു റെഡി ടു ഗീവ് യുവർ ലൈഫ് ടു ജീസസ്? സോ ലെറ്റ് us pray to God. പരിശുദ്ധ പിതാവേ, സ്വർഗീയ നല്ല കർത്താവ്, നല്ല പ്രോമിസിനായി എൻ്റെ കർത്താവിനെ നന്ദിയോടെ സ്തുതിച്ച് സ്തോത്രം ചെയ്യുന്നു. ലവിങ് ഫാദർ, ഓ റിക്കാല, we are grateful for this promise, Daddy, that you have given us a wonderful promise that you will keep our food from being caught in a snare. Oh, you are a wonderful Father who watches over us day and night without sleeping or slumbering. കർത്താവിൻ്റെ തിരുവശം പറയുന്ന ഇസ്രായേലിൻ്റെ ഹാലേലൂയ, ഓ റിക്കാല, ഇസ്രായേലിൻ്റെ പരിപാലൻ മയങ്ങുന്നില്ല, ഉറങ്ങുന്നില്ല. Oh, you are already appointed your angels to protect us in every step of our way. Thank you for your unconditional love, Daddy. We surrender all our pains, hurts, weaknesses, ഞങ്ങളുടെ sins, inadequacies, everything we are surrendering unto you, Daddy. Only you can turn everything around for our good. So we trust you completely, knowing that you are always present to help us, Daddy. Priyala Bashikarabas, give us the feet of a deer. കർത്താവേ, മാനിനെ പോലുള്ള കാലുകൾ ഞങ്ങൾക്ക് തന്നവാട്ടെ. ഞങ്ങളെ ഹാലേലൂയ പാറകളിലേക്ക് ഞങ്ങളെ ചാടി കയറട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ ഈ മതിൽ ചാട്ടിക്കിടക്കും. ഓ, നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിന് നേരെ പാഞ്ഞു ചെല്ലും. ഓ റിഖാലാബാസ്യാന്തര, ബാരിയേഴ്സ് കാണുമ്പോൾ, ഹിൻഡ്രൻസസ് കാണുമ്പോൾ പുറകോട്ട് ഓടുന്നവളായിട്ടല്ല, പുറകോട്ട് പോകുന്നവനായിട്ടല്ല. ഐ വിൽ മൂവ് ഫോർവേഡ് ഇൻ ദ മൈറ്റി നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ഡാഡി, ഐ എം പ്രേയിങ് ഫോർ വലിയ പാസ്റ്ററായി പ്രാർത്ഥിക്കുന്നു, അസിസ്റ്റൻറ്റ് പാസ്റ്റേഴ്സിനായി പ്രാർത്ഥിക്കുന്നു, ഡീക്കനായി പ്രാർത്ഥിക്കുന്നു, എല്ലാ ഡീക്കൻസിനായി പ്രാർത്ഥിക്കുന്നു, സഭയുടെ എല്ലാ കുടുംബങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു, സഭയെ കർത്താവ് ചെയ്ത എല്ലാ ഹാലേലൂയ ന്യൂ തിങ്സിനായി സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹിക്കപ്പെട്ട മീറ്റിംഗ്സ് നടന്നുകൊണ്ടിരിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. എല്ലാ മീറ്റിംഗ്സിനെ ബ്ലെസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ഡാഡി, ഓ ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ ഹാലേലൂയ അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ നടത്തുന്ന എല്ലാ മീറ്റിംഗ്സിനെയും കർത്താവ് അനുഗ്രഹിച്ചാട്ട് അനേകർ കടന്നു വന്ന് കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടട്ടെ, കർത്താവിൻ്റെ രാജ്യത്തിന് വേണ്ടി ഉപയോഗിക്കപ്പെടട്ടെ. ഐ എം പ്രേയിങ് ഫോർ ഓൾ ദ missionaries, militants, hallelujah, all the officials, high officials in the nations, all the ministers, halabasantara, all the orphans and widows, halabashikharabasiyandara. I'm praying for all the ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവ്, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെല്ലാം കർത്താവിനാൽ ഉപയോഗിക്കപ്പെടട്ടെ. Let them walk according to your word, Daddy. കർത്താവിൻ്റെ അഭിഷേകത്തിൽ നിലനിൽക്കട്ടെ. അന്യഭാഷ അടയാളത്താൽ എല്ലാ യൗവനക്കാരെയും കർത്താവ് നിറയ്ക്കണമേ. കർത്താവെ, അവരുടെ ഓരോ വഴികളിലും ഇന്നത്തെ വർഷപ്രകാരം ഹാലേലൂയ അവരുടെ പാദങ്ങളെ കാത്തുകൊള്ളണേ, അവരുടെ വഴികളെ കാത്തുകൊള്ളണമേ. യു പ്രോമിസ്ഡ് us that hallelujah you will keep our food from being caught. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ, ഞങ്ങളെ കാലുകൾ കർത്താവെ ഹാലേലൂയ ഓ റിഖാലബ കോട്ട് ചെയ്യപ്പെടാതെ ഞങ്ങളുടെ കാലുകളെ കാത്തുകൊള്ളണമേ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കും. പലപ്പോഴും ഞങ്ങൾ നടക്കുന്ന പാതകളിൽ ഹാലയിൽ കുഴികളുണ്ടോ, അതിൽ ഏതെങ്കിലും ശത്രു വച്ചിരിക്കുന്ന കെണിയുണ്ടോ എന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല. കർത്താവെ, അങ്ങ് ഞങ്ങളുടെ മുന്നായി നടക്കുന്നതിനായി സ്തോത്രം. താങ്ക് യു ജീസസ് that you are sending our angels before us and making the crooked places straight, Daddy. ഹാബറസ്യാന്തര റിഖാബസ്യാന്തര. കർത്താവെ, നാളെ നടക്കുന്ന മീറ്റിങ്ങിനെ തിരുപ്പാത്തി സമർപ്പിക്കുന്നു. ഇത്രത്തോളം യഹോവ സഹായിച്ചു. It's not because of our might or power, but by the Holy Spirit. The Zoom meeting is going far. Hallelujah, wonderfully, supernaturally. Hallelujah. നാളെ ശുശ്രൂഷിക്കുന്ന ദേവദാസനെ തൃപ്പാത്തി സമർപ്പിക്കുന്നു കർത്താവെ. Zoom meeting കടന്നു വരുന്ന എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കണമേ. രക്ഷിക്കപ്പെടണമേ. എല്ലാ രോഗികളെയും കർത്താവ് എത്ര അത്ഭുതങ്ങൾ ചെയ്തു, എത്ര രോഗസൗഖ്യം തന്നു. ഹാലേലൂയ. ആദ്യം നാളുകളിൽ കടന്നു വന്ന എത്ര പേരെ കർത്താവരുടെ പ്രാർത്ഥന റിക്വസ്റ്റുകൾ കൊടുത്ത് കർത്താവ് വിദേശത്തൊക്കെ അയച്ചു. ഹാലേലൂയ. അവരെല്ലാം രക്ഷയിൽ ഇന്നും സന്തോഷത്തോടെ നിൽക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവ്, ഇനിയും അനേകരെ പരിശുദ്ധാത്മാ മീറ്റിങ്ങിലേക്ക് കൊണ്ടുവരുമാറാകണമേ. കർത്താവ്, ചിലർ ഹോസ്പിറ്റലൈസ്ഡ് ആയിട്ടുള്ളവരുണ്ട് ഡാഡി. കർത്താവ് ഇത്രത്തോളം വിടുതലുള്ളവർക്ക് കൊടുത്തല്ലോ, അനിമാക്ക് വലിയ സന്തോഷമാണ് ഡാഡി. ഹാലബശന്തര വൈഖാബസ്യാന്തര റീഖോ റോസ്യാന്തര റീബശന്തര. കർത്താവ്, എല്ലാ പെർസിക്യൂഷനിൽ കടന്നു വന്ന നോർത്തേൺ സ്റ്റേറ്റ്സിലുള്ള എല്ലാവർക്കായി പ്രാർത്ഥിക്കും. ഇസ്രായേൽ സമാന്തരമായി ശ്രേഷ്ഠിക്കപ്പെടേണ്ടതിനായി പ്രാർത്ഥിക്കുന്ന കർത്താവെ, ഓ രാസ്യാന്തര റീബശന്തര റിഖാല. അടേനെ കുഞ്ഞിനെ ശിവരക്താ മറയ്ക്കുന്ന അടിക്ക് ചുറ്റും കർത്താവ് തീമതിലായിരിക്കണം. കർത്താവ്, മെസ്സേജ് വയ്ക്കുന്ന എല്ലാ കുടുംബങ്ങളെയും യേശു ക്രിസ്തു രക്ത കവർ ചെയ്ത് മുദ്രയിട്ട് പ്രാർത്ഥിക്കുന്നു. മേക്ക് ദിസ് ഡേ എ വണ്ടർഫുൾ സൂപ്പർനാച്ചുറൽ ഡേ വിത്ത് മെനി മിറക്കിൾസ് ഡാഡി. ഹാലേലൂയ. താരാബ, ഏതെങ്കിലും വിഷയം വിട്ടുപോയിട്ടുണ്ടെങ്കിൽ പപ്പ, ആ വിഷയങ്ങളെ തൃപ്പാത്തി സമർപ്പിക്കുന്ന എല്ലാ രോഗികളെയും
കർത്താവെ സൗഖ്യമാക്കണമേ ഡാഡി. ഹോസ്പിറ്റലൈസ്ഡ് ആയിട്ടുള്ളവർ, സർജറി കഴിഞ്ഞവരുണ്ട്, അല്ലെങ്കിൽ ക്യാൻസേഴ്സ് പേഷ്യൻസ് ഉണ്ട്, കിഡ്നി പേഷ്യൻസ് ഉണ്ട് ഡാഡി. ഹീൽ ദം ഡാഡി. ഞങ്ങളുടെ കുടുംബാംഗങ്ങളുടെ രക്ഷയിലേക്ക് വരുവാനുള്ളവരുണ്ട്, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ പുറത്ത് പഠിക്കുന്നവരുണ്ട്, ഉഡാലാശന്തർ കാനഡയിലുള്ളവരുണ്ട്, US-ലുള്ള ഞങ്ങളുടെ എല്ലാ പ്രിയപ്പെട്ടവരെ, ദേവദാസിന് കുടുംബത്തെ, ആ സോവിയറ്റികനെ ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. UK-യിലുള്ളവർ, ഓസ്ട്രേലിയയിലുള്ളവർ, ഹല്ലേലൂയ, ഗൾഫ് കൺട്രീസിലുള്ളവർ, എല്ലാ പ്രിയപ്പെട്ടവരെയും തൃപ്പാത്തി സമർപ്പിക്കുന്നു. ബ്ലെസ്സിങ് ഈച്ച് ആൻഡ് എവ്രി വൺ ഡാഡി. എല്ലാവരും സന്തോഷം കൊണ്ട് നിറയട്ടെ അപ്പ. എല്ലാ ഭവനങ്ങളിലും ഒരുമയുണ്ടാവട്ടെ. ലെറ്റ് ദി ബി ഹാർമണി ഡാഡി. ഉരാബാശന്തര കർത്താവിൻ്റെ അക്കാപ്പെ ലവ് എല്ലാ കുടുംബങ്ങളെ ഫീൽ ചെയ്യുവാൻ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ബ്ലെസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു ഡാഡി. വി ആർ സ്റ്റാർട്ടിങ് ദിസ് വീക്ക്. മേക്ക് ദിസ് വീക്ക് എ വണ്ടർഫുൾ സൂപ്പർ നാച്ചുറൽ വീക്ക് with many wonders and miracles, and we are expecting great things for you because you are a supernatural God and we are children of the supernatural God. We are also supernatural children. Hallelujah. സോ ഞങ്ങളുടെ സകല പ്രാർത്ഥനയെ ആചരിപ്പിച്ച് കേട്ടിരിപ്പിക്കായ സ്തോത്രം. സാല ഞങ്ങൾക്ക് വേണ്ടി ജീവൻ വെച്ച് യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധനാം തന്നെ ആമേൻ ആമേൻ. അതേ മക്കളെ, നാളെ നമ്മുടെ Zoom മീറ്റിംഗ് ഉണ്ട്. നാളെ എൻ്റെ ഡീറ്റെയിൽസൊക്കെ പറയാം. കർത്താവിൻ്റെ ദാസനാണ് കടന്നു വരണേ. ഞാൻ ഇന്ന് ലോങ് ആയിപ്പോയ വീഡിയോ. സോ ഓക്കെ, നമ്മൾ നാളെ കാണാം വിത്ത് അനദർ ബ്ലെസ്സിങ് മെസ്സേജ്. മേ ഗോഡ് ബ്ലെസ് യു ഓൾ. ഇഫ് യു വാണ്ട് എനി പ്രയർ റിക്വസ്റ്റ്, ഇപ്പോൾ എന്താ ഏതെങ്കിലും പ്രയർ റിക്വസ്റ്റോ എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ യു ക്യാൻ മെസ്സേജ് മീ. ഓർ ഇഫ് യു വാണ്ട് ടു നോ മോർ അബൌട്ട് ദ സാൽവേഷൻ, രക്ഷയെക്കുറിച്ച് വചനം പഠിക്കണോ, സുവിശേഷം കേൾക്കണോ, എന്ത് വേണമെങ്കിലും പ്രാർത്ഥിക്കണോ, എന്താണെങ്കിലും എൻ്റെ നമ്പറിൽ 8138814577 നിങ്ങളെ വിളിക്കുക. ഐ വിൽ ബി വെരി ഹാപ്പി ടു പിക്ക് യുവർ കോസ്. മേ ഗോഡ് ബ്ലെസ് യു. ബൈ ബൈ.